ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ ഇത് കെമിസ്ട്രിയിലെ ഒരു +2ൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. സോ നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞു നോക്കാം. സോ ഇതിൽ ആദ്യം പഠിക്കേണ്ടത് ഫാരഡേസ് ലാ ആണ്. ഫാരഡേസ് ലാ ഓഫ് ഇലക്ട്രോളിസിസ് ആണ് ആദ്യം പഠിക്കാനുള്ളത്. ഫാരഡേസ് ലാ ഓഫ് ഇലക്ട്രോളിസിസ്. ഈ ഒരു ലാ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ മെയിൻലി 2 ലായാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫാരഡേയുടെ ഫസ്റ്റ് ലായും സെക്കൻഡ് ലായാണ് പഠിക്കാനുള്ളത്. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് ലാ പഠിക്കാം. സോ നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് സെൽ എടുക്കുകയാണ്. അതിൽ ആനോഡും കാണും, കാഥോഡും കാണും. ആനോഡും കാണും, കാഥോഡും കാണും. ഇവിടെ ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ കേസിൽ. സോ ഫസ്റ്റ് ലാ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇലക്ട്രോളിസിസ് സമയത്ത് ആനോഡിലും കാഥോഡിലും ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, വെയിറ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ഇലക്ട്രോലൈസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് പാസ് ടു ദ ഇലക്ട്രോലൈറ്റ്. സോ നമ്മൾ ഇലക്ട്രോലൈസ് സമയത്താണെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മൾ ഇതിൻ്റെ അകത്തൂടെ പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജ് അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആനോഡിലും കാഥോഡിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് ഞാൻ ഇസഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. W=Z/Q. ഇസഡിനെ പറയുന്നവരാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വിവാലൻ്റ് എന്നറിയപ്പെടുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ പാസ് ചെയ്യുന്നത് ഇത് ചാർജാണ് കേട്ടോ. ചാർജ് ഞാനിപ്പോൾ 1 കൂളോം ഇലക്ട്രിസിറ്റിയാണ് ഞാനിപ്പോൾ പാസ് ചെയ്യണമെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഇസഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം I=Q/T ആണെന്നറിയാം. അപ്പോൾ Q=I×T ആണെന്നറിയാം. അപ്പോൾ എനിക്ക് ഈ Qവിൻ്റെ സ്ഥാനത്ത് IT എന്ന് എഴുതാം. അപ്പം W=Z×IT. അത് വേറൊരു ഇക്വേഷനാണ്. ഇനി അടുത്ത Z=ഇക്വലൻ്റ് മാസ് ബൈ 96500 കൂളോം ഉണ്ട്. അത് വേറൊരു ഇക്വേഷനാണ്, 96500. സോ W=E/96500 I×T. സോ ഇത് ഇത്രയാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലായുടെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ലാ പറയാം. സെക്കൻഡ് ലാ എന്താണ് പറയുന്നത് വെച്ചാൽ, ഇതെന്ന് പറയുന്നത് ഇക്വലൻ്റ് മാസ് ആണ് കേട്ടോ. ഇനി സെക്കൻഡ് ലാ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റ് ഇരിക്കുകയാണ്. ഇത് A എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ആണെന്ന് വിചാരിച്ചു, ഇത് B എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് ആണെന്ന് വിചാരിച്ചു. ഞാൻ ഇതിൽ കൂടെ എല്ലാം സെയിം ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഞാൻ പാസ് ചെയ്യണം. ഇതിൽ കൂടെ എല്ലാം ഞാൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് ചാർജ് പാസ് ചെയ്യണം. സോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് W1 ആണെന്ന് വിചാരിച്ചോ, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് W2 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടുപേരെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ ഗ്രാം ഇക്വലൻസ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഡൗട്ട് കാണും എന്താണ് ഗ്രാം ഇക്വലൻസ് എന്ന്. അത് പറഞ്ഞിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഗ്രാം ഇക്വലൻസ് എന്ന് പറയുന്നത്, നമ്മളതിന് ഇക്വലൻസ് എന്നും അറിയപ്പെടുന്നു. അതെന്ന് പറയുന്നത് ഗിവൺ മാസിനെ ഇക്വലൻ്റ് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. സോ ഇവിടെ ഞാനിപ്പോൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഞാൻ ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്താൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ ഗ്രാം ഇക്വലൻസ് സെയിം ആയിരിക്കും. സോ ഇതാണ് ഗിവൺ മാസ്. അവിടുത്തെ ഇക്വലൻ്റ് മാസ് E1 ആണെന്ന് വിചാരിച്ചോ. ഇനി ഇവിടുത്തെ സബ്സ്റ്റൻസ് ഇക്വലൻ്റ് മാസ് E2 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്സ്റ്റൻസിൻ്റെ ഗ്രാം ഇക്വലൻ്റ് എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ സബ്സ്റ്റൻസിൻ്റെ ഗ്രാം ഇക്വലൻ്റ്, പ്രൊഡ്യൂസ് ചെയ്ത സബ്സ്റ്റൻസിൻ്റെ ഗ്രാം ഇക്വലൻ്റ്. സോ അത് രണ്ടും ഈക്വൽ ആണ് വെൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ് ത്രൂ ദ ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റ്. ഇനി ഞാനിപ്പോൾ പാസ് ചെയ്ത എന്താണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് 1 കൂളോം ആണ്. ഞാനിപ്പോൾ പാസ് ചെയ്ത് 1 കൂളോം അല്ലെങ്കിൽ ഒരു ഫാരഡേയാണ് ഞാൻ പാസ് ചെയ്തത്. ഞാൻ ഇതിൽ കൂടെ പാസ് ചെയ്ത ചാർജ് എന്ന് 1 ഫാരഡേയാണ്. 1 ഫാരഡേ എന്ന് പറയുന്നത് 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജാണ് 1 ഫാരഡേ എന്ന് പറയുന്നത്. സോ 1 ഫാരഡേ എന്ന് പറയുന്നത് നമുക്ക് ചെയ്തെല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 96500 കൂളോം എന്ന് കിട്ടും. ഞാനിപ്പോൾ 1 ഫാരഡേ ആണ് ഞാൻ ഇതിൽ കൂടെ പാസ് ചെയ്ത ചാർജ് എന്ന് പറയണമെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ ഗ്രാം ഇക്വലൻസ് എന്ന് പറയുന്നത്, ഗ്രാം ഇക്വലൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് ഗിവൺ മാസ് ബൈ ഇക്വലൻ്റ് മാസ് 1 ആയിരിക്കും. അതായത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വലൻ്റ് മാസിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഇത് ഇത്രയാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലായും സെക്കൻഡ് ലായുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഈ ഇക്വേഷൻ പഠിച്ചിരിക്കണം, ഈ ഒരു കൺസെപ്റ്റും പഠിച്ചിരിക്കണം. വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്തൊരു കൺസെപ്റ്റിലോട്ട് പോകാം. അടുത്ത് പഠിക്കുന്ന നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? റെസിസ്റ്റൻസ് =ρ×L/A. സോ നമ്മളൊരു കണ്ടക്ടർ എടുക്കുകയാണ്. കണ്ടക്ടർ ഞാനിത് എടുത്തു. കണ്ടക്ടറിൻ്റെ ഇതാണ് അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ. അത് A ആണെന്ന് വിചാരിച്ചോ.
ഏരിയ ക്രോസ് സെക്ഷൻ എ ആണെന്ന് വിചാരിച്ചു. ഈ ഒരു ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഈ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണെന്ന് വിചാരിച്ചോ. ഈ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് L ആണെന്ന് വിചാരിച്ചോ. ഏരിയ ക്രോസ് സെക്ഷൻ, പിന്നെ ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി റോ എന്ന് വെച്ചാൽ റെസിസ്റ്റിവിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും അറിയപ്പെടുന്നു. സോ R = റോ ഇൻറ്റു L ബൈ എ. ഇതിൽ കൂടെയാണ് കറണ്ട് പാസ് ചെയ്ത് പോകുന്നത്. സോ R = റോ ഇൻറ്റു L ബൈ എ. റോ = AR ബൈ L എന്നുണ്ട്. ഇനി കണ്ടക്ടിവിറ്റി, കണ്ടക്റ്റൻസിനെ നമ്മൾ C എന്ന് പറയുന്ന ഇലക്ട്രോണാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് ആണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. കണ്ടക്ടിവിറ്റിയുടെ വേറൊരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ LC/A. ഈ C എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് ആണ്. ഇത് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ, ഈ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ, നമുക്കറിയാം റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 1/K ആണെന്നറിയാം അല്ലേ. റെസിസ്റ്റിവിറ്റി = 1/K, A/L. റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് ആണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ C താഴെ വരും. അപ്പോൾ ഇൻവേഴ്സ് എടുക്കുമ്പോൾ K = LC/A എന്ന് കിട്ടും. അങ്ങനെയാണ് ഇക്വേഷൻ വന്നത്. സോ ഇത് രണ്ടാണ് ഇക്വേഷൻ. ഇനി റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് പറയുകയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് പറയുകയാണെങ്കിൽ ഓം മീറ്ററാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് പറയുകയാണെങ്കിൽ ഓമിൻ്റെ ഇൻവേഴ്സ്. സോ നമ്മൾ ഓമിനെ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുന്ന. സോ ഇതിൻ്റെ വേറൊരു ഇക്വേഷൻ ഇതിൻ്റെ വേറൊരു യൂണിറ്റ് പറയുകയാണെങ്കിൽ MHO മോ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ സീമെൻസ് എന്നറിയപ്പെടുന്നു. അടുത്തതെന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആയിട്ടുള്ള കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ദ ഹോൾ ഇൻവേഴ്സ്, അതായത് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സ് അങ്ങനെ സീമെൻസ് എന്നറിയപ്പെടുന്നു. സോ സീമൻ മീറ്റർ ഇൻവേഴ്സ്. വേറൊരു യൂണിറ്റ് എന്ന് പറയുന്നത് സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സും ആവും. എപ്പോഴെന്ന് വെച്ചാൽ ലെങ്ത് എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ ഇങ്ങനെ പറയാം. ഇതൊക്കെയാണ് യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആക്കിയിരിക്കുന്നത്. ഇനി എന്താണ് മോളാർ കണ്ടക്റ്റൻസ് λm എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ കണ്ടക്ടിവിറ്റി K ഇൻറ്റു വോളിയം ഇൻ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് കണ്ടെയ്നിങ്. ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ക്യൂബിലോ മീറ്റർ ക്യൂബിലോ ആവാം. ഈ വോളിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് കറക്റ്റ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ λm = K ഇൻറ്റു 1000 ബൈ മൊളാരിറ്റി. സോ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ (10⁻⁻1). ഇനി ലാംഡാമിൻ്റെ വേറൊരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ λm = K ഇൻറ്റു 10⁻³ ബൈ മൊളാരിറ്റി. അതെന്ന് പറയുന്നത് സീമൻ മീറ്റർ സ്ക്വയർ (10⁻⁻1) ആണ്. സോ ഇതിൻ്റെ ലാംഡാമിൻ്റെ യൂണിറ്റ് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ (10⁻⁻1) വരാം, സീമൻ മീറ്റർ സ്ക്വയർ (10⁻⁻1) വരാം. ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ലാംഡ ഇക്വലൻസ് വരുമ്പോൾ ഈ ഇക്വേഷൻ പഠിക്കേണ്ടത് ലാംഡ ഇക്വലൻസ് വരുമ്പോൾ അതെന്ന് പറയുന്നത് K ഇൻറ്റു വോളിയം ഇൻ സെൻറ്റിമീറ്റർ ക്യൂബ് ഓർ മീറ്റർ ക്യൂബ് ആണ്. ഈ വോളിയത്തിൻ്റെ പ്രത്യേകത, നേരത്തെ ഇവിടെ നമ്മൾ 1 മോളാണ് പഠിച്ചെങ്കിൽ ഇവിടെ 1 ഗ്രാം ഇക്വലൻ്റ് ആണ് വേണ്ടത്. ഓക്കെ. ഇനി ഇതിൻ്റെ ഇക്വേഷൻ ലാംഡ ഇക്വലൻസിൻ്റെ വേറെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഇവിടെ K ഇൻറ്റു 1000 ഇക്വലൻ്റ് വന്നുകൊണ്ട് ഈ മൊളാരിറ്റിയുടെ സ്ഥാനത്ത് നോർമാലിറ്റി ഇട്ട് കൊടുക്കണം. നോർമാലിറ്റി. ഇനി സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോളിൻ്റെ സ്ഥാനത്ത് ഇക്വലൻ്റ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ യൂണിറ്റ് ഇട്ടാൽ സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ (1). ലാംഡ എം എന്ന് പറയുന്നത് K ഇൻറ്റു 10⁻³ ബൈ നോർമാലിറ്റി ഇൻറ്റു സീമൻ മീറ്റർ സ്ക്വയർ (1). സോ ഇത് ഇത്രയാണ് ലാംഡ എമ്മിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡീബേ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷനാണ്. ഡീബേ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. അപ്പം ഡീബേ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനാണ്. λm = λ0m - b√c ആണ്. സോ λ0mനെ λ∞m എന്നറിയപ്പെടുന്നു. ഇതെന്ന് പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് 0 കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്നും ഈ ഒരു ടേമിനെ പറയുന്നു. ഓക്കെ. ബിനെ പറയുന്ന പേരാണ് ഡീബേ-ഹക്കൽ-ഓൺസാഗർ കോൺസ്റ്റൻ്റ് എന്നറിയപ്പെടുന്നു. സി എന്ന് പറയുന്നതാണ് സി എന്ന് പറയുന്നത് ഇവിടെ ലാംഡ എം ആയതുകൊണ്ട് ഇത് മൊളാരിറ്റിയാണ്. ഇനി ലാംഡ ഇക്വലൻസിന് ഈക്വേഷൻ λ ഇക്വലൻസ് = λ0 ഇക്വലൻസ് മൈനസ് b റൂട്ട് നോർമാലിറ്റി. ഇത് നിങ്ങൾ മൊളാരിറ്റി ആയിട്ട് എഴുതിക്കോ. അപ്പം മൊളാരിറ്റി ആയിട്ട് എഴുതിക്കോ.
സോ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇതെന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്നൊരു ഫോമാറ്റിലാണ്, അതായത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാണ്. ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്, ലാംഡ എമ്മും അതുപോലെ തന്നെ റൂട്ട് സി, ഇത് സി എന്ന് ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾ അത് മനസ്സിലാക്കിയത് എം ആണ് വരുന്നതെങ്കിൽ മൊളാരിറ്റി ആയിരിക്കും. റൂട്ട് സിയും വെച്ച് ഗ്രാഫ് വരയ്ക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനാണെന്ന് മനസ്സിലായി, നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവാണ്. ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ലാംഡ 0 എം ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിബേ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആൽഫ മീൻസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് അൾട്രലേറ്റ്. അതിൻ്റെ ഇക്വേഷൻ ലാംഡ എം ബൈ ലാംഡ 0 എം ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ലാംഡ ഇക്വലൻസ് ബൈ ലാംഡ 0 ഇക്വലൻസ് എന്നും ഇതിനെ പറയും ഇക്വേഷൻ. ഇനി അടുത്തത് നമുക്ക് ഇത് ഇത്രയും മതി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻസിന് മാത്രമേ സാധാരണഗതിയിൽ പ്രോബ്ലംസ് കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് മറ്റേ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിലോട്ട് പോകാം. ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇടാൻ വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതുകൊണ്ടാണ് പിന്നെ ഇടാൻ പറ്റാത്തത്. ഇന്നലെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഷൂട്ട് ചെയ്ത് സമയം തീരില്ലായിരുന്നു. പിന്നെ അപ്ലോഡ് ചെയ്യാനും റേഞ്ചും ഇല്ലായിരുന്നു. ആദ്യത്തെ 2 വീഡിയോ ഇട്ടത് റേഞ്ച് ഭയങ്കര സ്ലോ ആയിട്ടാണ് വീഡിയോ, അതാണ് കുറേ ലേറ്റ് ആയത്. സോ ഇനി നമുക്കിനി നോൺ സ്റ്റിക്കേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പഠിക്കാം. സോ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നൊരു കൺസെപ്റ്റ് പഠിക്കണം. അത് ആദ്യം പറയാം. ഇതാണൊരു ഒരു ബീക്കറാണെന്ന് വിചാരിച്ചോ. ഇതൊരു ഇലക്ട്രോലൈറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനൊരു മെറ്റൽ ഡിപ്പ് ചെയ്യണം. ഇപ്പോൾ ഞാൻ സിങ്കാണ് മെറ്റൽ വെച്ചെന്ന് വിചാരിച്ചോ. ഈ മെറ്റലിൻ്റെ അതേ അയോൺസ് ഉള്ള ഒരു ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം ഇത്. ഫോർ എക്സാമ്പിൾ സിങ്ക് സൾഫൈഡ്. അപ്പോൾ ഈ മെറ്റൽ ഇപ്പം ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ട് Zn2+ ആയെന്ന് വിചാരിച്ചോ. അപ്പം ഇക്വിലിബ്രിയം ഇങ്ങനെ ഈ അയോൺസിനെ ഇലക്ട്രോണിനെയൊക്കെ റിലീസ് ചെയ്ത് അയോൺ ഫോം ചെയ്ത് ഒരു ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ അയോണും മെറ്റലും തമ്മിലൊരു പൊട്ടൻഷ്യൽ കാണാം. ആ പൊട്ടൻഷ്യലിനെ പറയുന്നവരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ചില മെറ്റലിനാണെങ്കിൽ ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ട് അയോൺ ഫോം ചെയ്യാനും ചില മെറ്റൽസിന് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാനാണ് ടെൻഡൻസി എന്ന് പറയുന്നത്. മെറ്റലിൻ്റെ ടെൻഡൻസിറ്റി ഓക്സിഡൈസേഷൻ ആണെങ്കിൽ അതെന്ന് പറയുന്നത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും, മെറ്റലിൻ്റെ ടെൻഡൻസിറ്റി റിഡക്ഷൻ ആണെങ്കിൽ അതിനെ പറയുന്നവരാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നറിയപ്പെടുന്നു. സോ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇ എന്ന് പറയുന്ന ഇലക്ട്രോണാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ E0 എന്നാണ് ഇലക്ട്രോണാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298 കെൽവിൻ, അതായത് 25 ഡിഗ്രി സെൽഷ്യസിലോ, പിന്നെ പ്രഷർ എന്ന് പറയുന്നത് 1 atm പ്രഷറും, പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 മോളാറും. ഈ ഒരു കണ്ടീഷനിൽ മെഷർ ചെയ്യുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറയുന്നവരാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ IUPAC അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് IUPAC അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇത് പഠിക്കണം. ഇത് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലാക്കിയാൽ മതി. ഇത് പഠിക്കണം. ഓക്കെ, ഇനി റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ്. ഇത് മോഡേൺ ആണ്. അപ്പോൾ ഇത് ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മളൊരു ഗാൽവാനിക് സെല്ലിൻ്റെ കേസിലാണെങ്കിൽ 2 ഹാഫ് സെൽസ് കാണും. ഒന്ന് ആനോഡ്, ഒന്ന് കാഥോഡ് ആയിരിക്കും. സോ ലെഫ്റ്റ് ഓക്സിഡൈസേഷൻ, ആനോഡ് നെഗറ്റീവ്. ഇത് ലോൺ എന്ന് പറയുന്ന ഇക്വേഷൻ ഇത് പഠിക്കണം. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്നതാണ് ഓക്സിഡേഷനാണ് നടക്കുന്നത്, അവിടെ ആനോഡ് നെഗറ്റീവ് ആണ്. അപ്പോൾ റൈറ്റിലെന്ന് പറയുന്നത് ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് ഈ EMF സെല്ല് കണ്ടുപിടിക്കണം എങ്ങനെ നോക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഗാൽവാനിക് സെല്ല് 2 ഹാഫ് സെല്ലാണെന്ന് പറഞ്ഞു. ലെഫ്റ്റ് ഓക്സിഡൈസേഷൻ, ആനോഡ് നെഗറ്റീവ്. ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ, ഇത് റൈറ്റ്. ലെഫ്റ്റ് ഓക്സിഡേഷൻ, ഇത് ആനോഡ്, ഇത് കാഥോഡാണ്. ഓക്കെ, അപ്പം ഇത് ഒരു ഹാഫ് സെല്ലാണ്, ഇതൊരു ഹാഫ് സെല്ലാണ്. ഓക്കെ, ഇതൊരു ഹാഫ് സെല്ലാണ്. സോ ഇതിനൊരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. ഇത് ആനോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇത് കാഥോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സോ ഈ സെൽ എന്ന് പറയുന്നത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. അപ്പം ഈ EMF ഓഫ് ദ സെൽ അല്ലെങ്കിൽ EMF ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ഈ കാഥോഡ് റൈറ്റ് ആണ്, ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് ആണ്. അങ്ങനെ പറയാം. ഇത് രണ്ടും എന്താണ്? ഈ രണ്ട് എന്ന് പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. സോ IUPAC അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. സോ നിങ്ങൾ റിഡക്ഷൻ പൊട്ടൻഷ്യലായിട്ട് പ്രോബ്ലം ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ് തന്നിരിക്കണമെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് എടുത്താൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടും. ഇനി അടുത്തതെന്ന് പറയുന്നത് E0
E0 means standard EMF of a cell. So standard EMF of a cell എന്ന് പറയുന്നത് E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലാണ് മെഷർ ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 298 കെൽവിനും 1 ബാർ പ്രഷറും 1 ATM പ്രഷറും പിന്നെ കോൺസെൻട്രേഷൻ 1 മോളാറും ആ ഒരു കണ്ടീഷനിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. സോ ഈ ഒരു കണ്ടീഷൻ ഒഴിച്ചിട്ട് നമുക്ക് EMF ഓഫ് ദി സെല്ലോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലോ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നേൺസ്റ്റ് ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു E0 മൈനസ് 2.303 RT ബൈ NF log Q. സോ ഇതെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ EMF ആണ് കണ്ടുപിടിക്കാൻ പോകണമെങ്കിൽ ഇത് EMF അറ്റ് എനി ടെമ്പറേച്ചർ അല്ലെങ്കിൽ എനി പ്രഷർ അല്ല എനി ടെമ്പറേച്ചർ എനി കോൺസെൻട്രേഷൻ, ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് EMF ആയിരിക്കും. ഇപ്പം നിങ്ങൾ എന്താണ് EMF ആണ് മെഷർ ചെയ്യാൻ, നിങ്ങൾക്ക് EMF ആണ് പ്രോബ്ലം ചെയ്യാനുള്ളതെങ്കിൽ, ഇപ്പം ഇത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നതെങ്കിൽ അറ്റ് എനി ടെമ്പറേച്ചർ അല്ലെങ്കിൽ എനി കോൺസെൻട്രേഷൻ, അങ്ങനെയാണെങ്കിൽ ഇത് അറ്റ് എനി ടെമ്പറേച്ചർ അല്ലെങ്കിൽ എനി ഇതിലുള്ള EMF ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് E എന്ന് പറയുന്നത്. E0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. ഇനി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചർ ആണെന്ന് വിചാരിച്ചോ. ടെമ്പറേച്ചർ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് റൂം ടെമ്പറേച്ചർ നമ്മൾ എടുക്കണം. അപ്പം ഇതിപ്പം ടെമ്പറേച്ചർ ഞാൻ 298 കെൽവിന് കൊടുത്തിട്ട് ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്താൽ എനിക്ക് E ഈസ് ഈക്വൽ ടു മൈനസ് 0.059 ബൈ N ഇൻറ്റു ലോഗ് Q എന്ന് വരും. സോ ക്യൂവിനെ പറയുന്ന പേരാണ് ക്യൂവിനെ പറയുന്ന പേരാണ് റിയാക്ഷൻ കോഷ്യൻ്റ് എന്നറിയപ്പെടുന്നത്. ടെമ്പറേച്ചർ കെൽവിലാണ്. ഇത് 8.314 ജൂൾ പെർ മോളാണ്. ഇതെന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ കേസിലാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ആണ് N എന്ന് പറയുന്നത്. ഇത് ഫാരഡേ ആണ്. ഇനി ഒരു ഇലക്ട്രോണിൻ്റെ കേസിലാണ്, ഇലക്ട്രോണിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യണമെങ്കിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്റ്റ് അല്ലെങ്കിൽ ഗെയിൻ ആണ്. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെങ്കിൽ ΔG എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം. ഇക്വിലിബ്രിയത്തിൽ കേസ് എടുക്കുമ്പം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ Q എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലെത്തുമ്പോഴാണെങ്കിൽ Q എന്ന് പറയുന്നത് Kക്ക് ഈക്വൽ ആയിരിക്കും. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ Q എന്ന് പറയുന്നത് Kക്ക് ഈക്വൽ ആയിരിക്കും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് ഇലക്ട്രോകെമിക്കൽ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇലക്ട്രോകെമിക്കൽ സീരീസും ഇനി ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോകെമിക്കൽ സീരീസും ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത് നമ്മൾ താഴോട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ഇതിൻ്റെ ഓർഡർ പറയുകയാണെങ്കിൽ കറക്റ്റ് ഓർഡർ പറയുകയാണെങ്കിൽ ലിഥിയം, പൊട്ടാസ്യം, Ba, Sr, Na, Mg, Al, Mn, Zn, Cr, Fe, CO, Ni, Pb, H, Cu, HCU, പിന്നെ HG, ഇങ്ങനെ താഴോട്ട് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. സോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയ ഒരാൾക്കാണെങ്കിൽ റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിറ്റിയാണ് ഹൈ എന്ന് പറയുന്നത്. റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്. അതായത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിറ്റി ഹൈ ആണ്. സോ താഴെയുള്ളവരെന്ന് പറയുന്നത് റിഡക്ഷനുള്ള ടെൻഡൻസിറ്റി ഹൈ ആണ്. സോ റിഡക്ഷൻ നടക്കുന്നവരാരാണ്? കാഥോഡാണ്. സോ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ താഴെയുള്ളവരെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹൈ ആയിട്ടുള്ളവർ കാഥോഡാണ്. സോ അവരെന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിറ്റി ഹൈ ആണ്. സോ അവർ സ്വയം റെഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റൊരാളെ ഓക്സിഡൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ മറ്റൊരാളെ ഓക്സിഡൈസ് ചെയ്യുന്ന ആളെ പറയുന്നത് എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ്. സോ താഴെയുള്ളവർ കാഥോഡാണ്, ഓക്സിഡൈസിങ് ഏജന്റ്. മുകളിലുള്ളവരെന്നുള്ള ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ആനോഡും ആണ്. അവരെന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജന്റുമാണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ആൾക്ക് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ലോ എന്ന് വെച്ചാൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് ഹൈ ആയിരിക്കും. അതായത് ഓക്സിഡൈസേഷനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഓക്സിഡേഷൻ മീൻസ് ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനുള്ള കഴിവ്. ഓക്സിഡേഷൻ മീൻസ് ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഹൈ ആയിരിക്കും. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എത്രയാണ്? ഇത് പഠിച്ചാൽ മതി. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹൈഡ്രജൻ ഹാഫ് സെല്ലിൻ്റെ കേസ് എടുക്കുമ്പോൾ
ഹൈഡ്രജൻ ഹാഫ് സെൽ കേസ് എടുക്കുമ്പോൾ അതിൽ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അവിടെ ഇലക്ട്രോഡ് ഇവരുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും കേട്ടോ. ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആവട്ടെ ഓക്സിജൻ പൊട്ടൻഷ്യൽ ആവട്ടെ രണ്ടും 0 ആയിരിക്കും. അവിടെ ഇ എന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറ്റ് എനി ടെമ്പറേച്ചർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് -0.059 ഇൻറ്റു പി എച്ച് ആണ്. -0.059 ഇൻറ്റു പി എച്ച് ആണ്. അല്ലെങ്കിൽ 0.059 ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് അറിയണം. പി എച്ച് ആണ് തന്നിരിക്കുന്നത്. ദെൻ 10⁻⁻ പി എച്ച് ആണ് എന്തെന്ന് പറയുന്നത് എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. 10⁻⁻ പി എച്ച് ആണ് എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ ഇനി കോൺസെൻട്രേഷൻ സെല്ലിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. കോൺസെൻട്രേഷൻ സെൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ആനോഡും കാഥോഡും സെയിം ആയിരിക്കും. അവിടെ അവരുടെ അയോൺസിൻ്റെ കോൺസെൻട്രേഷനിൽ മാത്രമാണ് വ്യത്യാസം. അവിടെ അങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ കോൺസെൻട്രേഷൻ സെല്ലിൽ സെയിം ആനോഡും കാഥോഡും അല്ലേ, അപ്പോൾ അവരുടെ E0 എന്ന് പറയുന്നത് സെൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ E0 സെൽ എന്ന് പറയുന്നത് ഇവിടെ എഴുതാം. സോ E0 സെൽ എന്ന് പറയുന്നത് 0 ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇ എന്ന് പറയുന്നത് E0 സെൽ മൈനസ് 0 - 0.059 ബൈ n ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ആനോഡിൻ്റെ അയോൺ ബൈ കോൺസെൻട്രേഷൻ ഓഫ് കാഥോഡിൻ്റെ അയോൺ. സോ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് -0.059 ബൈ n ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് CA ബൈ കോൺസെൻട്രേഷൻ C. പിന്നെ ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ ജിയും സെല്ലും തമ്മിലുള്ള ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -NF ഇൻറ്റു ഈ സെല്ല്. ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു -NF ഇൻറ്റു E0 സെല്ല്. So these are the important topics of our chapter Electrochemistry. വേറെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അധികം ഇല്ല. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻസ് പഠിച്ചിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് വയ്ക്കാൻ മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.